പ്രബുദ്ധ കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് വാർത്തയിലൂടെ നമുക്കങ്ങോട്ട് ഓടിച്ചാടി കയറി അങ്ങോട്ട് പോയാലോ എൻ്റെ പ്രിയപ്പെട്ട ജനക്കൂട്ടമേ. അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. എല്ലാവർക്കും അറിയാനിരിക്കുമല്ലോ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഒന്ന് നമ്മുടെ നടൻ ദിലീപുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചുറ്റിപ്പറ്റി മാധ്യമങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ, അങ്ങനെ തന്നെ പറയാം അല്ലേ. അപ്പം ഈ കഥയുടെ ഭാഗമായിട്ട് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി വന്ന് വലിയ ഡയലോഗൊക്കെ കഴിഞ്ഞ ദിവസം അടിച്ചായിരുന്നല്ലോ. നമ്മുടെ ലാലേട്ടൻ്റെയും ദിലീപേട്ടൻ്റെയും രണ്ടുപേരും അഭിനയിച്ചൊരു പടം നാളെ റിലീസ് ആവുന്നുണ്ട്, ബബ്ബ. അപ്പം ഈ സിനിമയുടെ പോസ്റ്റർ ലാലേട്ടൻ ഒന്ന് ഷെയർ ചെയ്തു എന്നും പറഞ്ഞ്, അയ്യോ ലാലിന് നാണമില്ലേ, ഈ വഷളൻ്റെയൊക്കെ സിനിമ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി തള്ളുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് ഈ ചേച്ചി ഇത് പറഞ്ഞപ്പോഴേ നമ്മൾ ചോദിച്ചൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനാണ്, അദ്ദേഹവും കൂടെ അഭിനയിച്ചിരിക്കുന്ന, ചിലപ്പോൾ ഗസ്റ്റ് റോൾ ആയിരിക്കാം, അദ്ദേഹം കൂടെ ഉള്ള ഒരു സിനിമയുടെ പോസ്റ്റർ അയാൾ ഷെയർ ചെയ്തതിനകത്ത് എന്താണ് ഇത്ര വലിയ പ്രശ്നം? അതിനകത്ത് എന്താ ഇത്ര വലിയ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. സോ അതിൻ്റെ ഭാഗമായി ചേച്ചി ഒരുപാട് നാവിട്ടടിച്ചപ്പോൾ ഏതോ ഒരു വീഡിയോയുടെയോ ഏതോ പോസ്റ്റിൻ്റെ അടിയിലെങ്ങാണ്ട് നമ്മുടെ ബൈജു ചേട്ടൻ ഒരു കമൻ്റ് ഇട്ടു. അതാണ് ഇന്നത്തെ മെയിൻ ചർച്ചാ വിഷയം കേട്ടോ. അപ്പോൾ എവിടെയാണ് ഈ കമൻ്റ് ഇട്ടതെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ആ കമൻ്റ് എടുത്തു വെച്ച് ഇപ്പോൾ ഒരുപാട് ട്രോൾ ചേട്ടന്മാരെടുത്ത് വെച്ച് താങ്ങുന്നുണ്ട് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചിക്കിട്ട്. അപ്പോൾ അത് കണ്ടതുകൊണ്ട് ഞാനും അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. സാധനം ഇവിടെ കാണിച്ചു തരാം. ഭാഗ്യലക്ഷ്മിക്കെതിരെ മോശം കമൻറ്റുമായി നടൻ ബൈജു സന്തോഷ് ഇട്ടിരിക്കുന്ന കമൻറ്റും അവിടെയുണ്ട്. മൊത്തത്തിൽ ഞാൻ വായിക്കത്തില്ലേ, അല്ലെങ്കിൽ വായിച്ചു തരാം. അതിനകത്ത് ചെറിയൊരു വ്യത്യാസം ഞാൻ വരുത്തും. പോസ്റ്റർ അല്ലാതെ പിന്നെ ആൻറ്റിയുടെ പടം ഷെയർ ചെയ്യണം. ആൻറ്റിയാണോ അതോ വേറെന്തെങ്കിലും ആണോ ചേട്ടൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. അവിടെ എഴുതി വെച്ചേക്കുന്നത് നമ്മൾ കാണാമല്ലോ, കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇങ്ങനൊരു കമൻ്റ് എങ്ങാണ്ട് ബൈജു ചേട്ടൻ എവിടെയോ ഇട്ട് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പുള്ളി ചോദിച്ചതിനകത്ത്, അല്ലെങ്കിൽ പുള്ളി എഴുതി ചോദിച്ചതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ല, വേറെ ആരുടെയാണ് ലാലേട്ടൻ ഷെയർ ചെയ്യേണ്ടത്? പുള്ളി അഭിനയിച്ച ഒരു സിനിമയുടെ പോസ്റ്റർ ഷെയർ ചെയ്തതിനകത്ത് ഇത്ര വലിയ പ്രശ്നം എന്താ? അല്ലെങ്കിൽ അതിനെ ഇത്ര വലിയ പ്രശ്നമായിട്ട് എടുക്കുന്ന ആ ഒരു ചിന്താഗതി, എൻ്റെ പൊന്ന് ഭാഗ്യലക്ഷ്മി ചേച്ചി അതിജീവിതയുടെ പുറകെ നടക്കുക വാലെ പിടിച്ച്. എന്ത് കാര്യത്തിന്? അടുത്ത ഹൈക്കോർട്ടിൽ പോവുക, സുപ്രീം കോർട്ടിൽ പോവുക, അപ്പീൽ കൊടുക്കുക, അതിനവരെ സപ്പോർട്ട് ചെയ്യുക, അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ കണ്ട ചാനലിലൊക്കെ കയറി ഇരുന്ന് അങ്ങോട്ട് അപരാധിക്കുക. എന്ത് കാര്യം ഉണ്ടായിട്ട്? കോടതിയെ ചോദ്യം ചെയ്യണമെങ്കിൽ മേലോട്ട് ചെല്ല്, അപ്പീൽ കൊടുക്ക്, എന്നിട്ട് പറ കീഴ്ക്കോടതി തന്നില്ല, നമുക്ക് നീതി തന്നില്ല എന്ന് പറഞ്ഞ് അവിടെ പോയി ഫൈറ്റ് ചെയ്യുക, അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ മാധ്യമങ്ങളിൽ കയറി ഇരുന്ന് ഈ കഥ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ ചേച്ചി? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ചേച്ചിയുടെ മുഖം കുറച്ചും കൂടെ TV വഴി ന്യൂസ് ചാനൽസൊക്കെ വഴി ആളുകളിലേക്ക് എത്തും, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രധാനമായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് ഇതിനകത്തുനിന്നുണ്ടോ? എനിക്കറിയാൻ പാടില്ല. എൻ്റെ ഒരു സംശയമാണ് ഈ ചോദിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു പോസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചല്ലോ, ഇതിൻ്റെ അടിയിൽ തന്നെ വന്നിരിക്കുന്ന കുറച്ച് കമൻറ്റുകളുണ്ട്. നമുക്ക് ആ കമൻറ്റുകളും കൂടെ പെട്ടെന്നൊന്ന് നോക്കിയിട്ട് അടുത്ത കേരളത്തിലെ ഓരോ സാധാരണക്കാരനും ഫേസ് ചെയ്യുന്ന ഇന്നത്തെ വലിയൊരു പ്രശ്നത്തിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ഇതിൻ്റെ കമൻറ്റ് ബോക്സ്, കേസ് കൊടുക്കാൻ പറ്റില്ല, തള്ളയുടെ പേരില്ല, ബൈജു ആണ് ആൺകുട്ടി, ആൻറ്റി എന്നാണ് ഉദ്ദേശിച്ചത്, സ്പെല്ലിംഗ് മാറിപ്പോയതാ, പിന്നല്ല അഭിനയിച്ച സിനിമയുടെ പോസ്റ്റർ അല്ലാതെ ലാലേട്ടൻ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യണമായിരിക്കും, ബൈജു അണ്ണൻ പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ, കുറച്ച് ദിവസമായി നാട്ടുകാർക്ക് പറയാൻ തോന്നിയത് അണ്ണൻ പറഞ്ഞു, ഒരു മാപ്പും പറയണ്ട, അവളോടൊക്കെ അത്രയെങ്കിലും പറയണം, മാപ്പോ കോപ്പ് പറയും, അയാളെ അത്ര പരിചയമില്ലാത്തോണ്ടാ, പിന്നെ അത് ശബ്ദം കൂടുതലൊന്നും എനിക്ക് പറയണ്ട. കണ്ടല്ലോ നിങ്ങൾ, ഇങ്ങനെ നീളുന്നു കമൻറ്റ് ബോക്സിലെ കമൻറ്റുകളെ. ഇതിൽ നിന്നൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തിനീ ഈ ബൈജു ചേട്ടൻ്റെ ആ വാക്ക് ചിലപ്പം എഴുതിയത് ആൻറ്റി എന്നായിരിക്കും. ആൻറ്റിയുടെ ഫോട്ടോ പുള്ളി ഷെയർ ചെയ്യണോ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും. പുള്ളിയുടെ മനസ്സിനകത്ത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല കിഴിഞ്ഞ് നോക്കി പറയാനായിട്ട്. എന്താണെങ്കിലും ഇപ്പം ആൻറ്റി എന്താണ് അവിടെ ഉദ്ദേശിച്ചെങ്കിൽ പോലും ചോദിച്ചതിനകത്ത് തെറ്റുണ്ടോ? ആൻറ്റിയുടെ ഫോട്ടോയാണോ ഷെയർ ചെയ്യണ്ടേ ലാലേട്ടൻ?
പുള്ളി അഭിനയിച്ച ഒരു സിനിമയുടെ പോസ്റ്റർ പുള്ളി ഷെയർ ചെയ്തു. അതിനെന്താ ഇത്ര പ്രശ്നം എന്താ? ഇതൊക്കെ കാണുമ്പോഴാണ് മറ്റേ നടിക്ക് നീതി കിട്ടണമെന്നല്ല, ഇപ്പഴും നിൽക്കുന്ന നടനുണ്ടല്ലോ അതിജീവിതൻ, എങ്ങനെ അങ്ങനെ വിളിക്കണം പുള്ളിയെ, അതിജീവിതൻ. ആ പുള്ളിയെ ഇല്ലാതെയാക്കുക, പുള്ളിയെ കല്ലെറിഞ്ഞോണ്ടേ ഇരിക്കുക. അതാണ് ഇവരെ പോലുള്ള ആളുകളുടെ ഒരു ഉദ്ദേശം. അല്ലെങ്കിൽ പുള്ളി അഭിനയിച്ച ഒരു സിനിമ, പുള്ളിക്ക് എന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ജനങ്ങൾ പോയി ആ സിനിമ തിയേറ്ററിൽ കണ്ടാൽ കാണുന്ന ജനങ്ങളൊക്കെ മോശക്കാരായ്യേ. ഈ ഒരു പരിപാടിയോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. വീണ്ടും ഞാൻ പറയുന്നു, അവൾക്കൊപ്പമാണ് ഞാനും. പക്ഷെ എന്ന് വെച്ചിട്ട് ഇങ്ങനെയുള്ള വൃത്തികേടിനൊന്നും കൂട്ടു നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ലേ? ഉള്ള കാര്യം പറയാം. ഇനി കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഫേസ് ചെയ്യുന്ന വേറെ ഒരു വലിയ പ്രശ്നം, സുനിൽ ഓജി കാന്താരി. കുറെ പേരൊക്കെ അറിഞ്ഞ് കാണുമായിരിക്കുമേ. അൻവിൻ ജോസ അങ്ങനെ എങ്ങാണ്ടോ. അപ്പൊ എന്താണെങ്കിലും ഈ രണ്ട് ചേട്ടന്മാരെ കാശ് കൊണ്ട് അമ്മാനെ മാട്ടുന്ന കോടിപതികളായ ഈ രണ്ട് പ്രിയപ്പെട്ട ചേട്ടന്മാരെ എക്സ്പോസ് ചെയ്ത് രണ്ട് പിള്ളേർ വന്നു. ഒരു ഹക്കീം എന്ന് പറയുന്ന പയ്യനും പിന്നെ ഒരു ഡോക്ടർ. ഞാൻ അവരുടെ വീഡിയോ ഒന്നും കാണിക്കാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ എന്താണെങ്കിലും രണ്ടുപേരെ പിടിച്ചങ്ങ് കീറി വിട്ടറേ. ഇവന്മാർ മൊത്തത്തിൽ ഉടായ്പാണ്. ഈ ഓജി എന്ന് പറയുന്ന ആള്, സുനിൽ ഓജി, പുള്ളിയുടെ കാശൊക്കെ ഉണ്ടോ ഓക്കെ, പക്ഷെ പുള്ളിക്ക് പല വൃത്തികെട്ട പരിപാടികൾ, പലരുടെയും ജീവിതം തകർക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പിള്ളേർ വന്നിപ്പോ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അൻവിൻ എന്ന് പറയുന്ന അവൻ കംപ്ലീറ്റ്ലി ഉടായ്പാണ്, അവൻ്റെ കാശൊന്നും ഇല്ല എന്നാണ് ഇവരിപ്പോൾ ഈ ഡോക്ടർ ഡാർക്ക് ആ പുള്ളി കണ്ടിട്ടുണ്ടായിരിക്കും. രണ്ടുപേര് വന്ന് എക്സ്പോസ് ചെയ്യുന്നു വേറെ രണ്ട് പേരെ, അത്രേ ഉള്ളൂ. സംഭവം നീറ്റ് ആൻഡ് ക്ലീൻ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഈ അൻവിൻ, സുനിലോജി ഇവര് രണ്ടുപേരുമുള്ള പല വീഡിയോകൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവരെ പണ്ട് തൊട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. എനിക്ക് തോന്നുന്നൊരു 2 മാസമായിട്ട് ഞാൻ ഇവരുടെ വീഡിയോ ഇങ്ങനെ എൻ്റെ ഇൻസ്റ്റാ ഫീഡിൽ വരുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാൻ കാണുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഞാൻ കണ്ട പല കാര്യങ്ങളും ഇന്നലെ ഈ സുനിലോജി എന്ന് പറയുന്ന വ്യക്തി, പുള്ളിയൊക്കെ നാട്ടുകാരെ പിടിച്ച് അല്ലെങ്കിൽ ഈ രണ്ട് പിള്ളേരെ എക്സ്പോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇന്നലെ കുറേ മാധ്യമങ്ങളെ, ഓൺലൈൻ മീഡിയാസിനെയൊക്കെ വിളിച്ച് കാശ് കൊടുത്തിട്ടായിരിക്കും വിളിച്ചത്, നമുക്ക് അറിയത്തില്ല. എന്താണെങ്കിലും അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇല്ലാതെ ഈ സുനിലോജിയൊക്കെ വിളിച്ച ഉടനെ ഓടിച്ചെല്ലുമോ എനിക്കറിയാൻ പാടില്ല. അപ്പൊ എന്താണെങ്കിലും ഓൺലൈൻ മീഡിയാസും മെയിൻ സ്ട്രീം ചില ചാനൽസ് വരെ അവിടെ പോയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് ഇയാൾ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇയാളെ എക്സ്പോസ് ചെയ്ത ഒരു പയ്യൻ, ഈ സുനിലോജിയുടെ പേഴ്സണൽ സെക്രട്ടറിയോ സംതിങ് ഒരു ലേഡിയൊക്കെ ഉണ്ട്, അവരെ പറ്റിയിട്ടും ഒക്കെ ഈ പയ്യന്മാർ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അവന്മാരുടെ വായം അടപ്പിക്കുക, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് അതിലെ ഒരു പയ്യന്റെ പേരിൽ കേസൊക്കെ കൊടുത്തു, നോൺ ബെയിലബിൾ ഒഫൻസ് ഒക്കെ ആയിട്ട് കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ പയ്യന്മാർ ഇപ്പോഴും സ്ട്രോങ് ആണ്. അവന്മാർ പറയുന്നു താൻ എന്താന്ന് വെച്ചാൽ കാണിക്കും, ഉള്ളതെല്ലാം ഞങ്ങൾ വിളിച്ചു പറയും എന്ന് പറഞ്ഞ് അവന്മാരവിടെ ഉരുക്കുപോലെ നിപ്പുണ്ട്. അവസാനം വരെ കാണണം കേട്ടോ രണ്ടുപേരും. രണ്ടുപേരും അവസാനം വരെ കാണണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. രണ്ടുപേരും അയാളെ പൂട്ടണം. പിടികിട്ടിയോ? ഇതുപോലെ പല ആളുകളെയും എക്സ്പോസ് ചെയ്ത് പല ആളുകളും വന്നിട്ടുണ്ടേ, നമ്മൾ ഉൾപ്പെടെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒന്നും എങ്ങും എത്തത്തില്ല മക്കളെ. നിങ്ങളുടെ കാര്യത്തിലെങ്കിലും ഉമാർ ഉടായ്പാണെങ്കിൽ, ഈ സുനിലോജി എന്ന് പറയുന്ന വ്യക്തി ഉടായ്പാണെങ്കിൽ അവനെ അകത്താക്കണം നിങ്ങൾ. പിടികിട്ടിയോ? നാട്ടുകാരുടെ മുമ്പിൽ ഫുൾ അവൻ്റെ പോയി മുഖം വലിച്ച് കീറണം. അല്ലാതെ ഇപ്പം ഈ കാണിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ഊർജ്ജം ഉണ്ടല്ലോ, ഇത് പകുതിക്ക് വെച്ച് നിന്നു പോരുത്. ആ ഒരു അഭ്യർത്ഥന മാത്രം നിങ്ങൾ രണ്ടുപേരോടും, ഹക്കീമും പിന്നെ മറ്റേ പുള്ളിയോടും, രണ്ടുപേരോടും എനിക്ക് അത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്യൂ. ഇവനൊക്കെ ഉടായ്പാണെങ്കിൽ പുറത്ത് വരട്ടെ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളിങ്ങനെ സപ്പോർട്ടും തരാം. പക്ഷെ ഇത് അവസാനം വരെ കാണണം, പകുതിക്ക് വെച്ച് നിർത്തി പോകരുത്. എന്താണെങ്കിലും ഇന്നലെ അതിലേക്ക് പോകുന്നതിന് മുന്നേ വേറൊരു മെയിൻ ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. അപ്പൊ ഏകദേശം അതിന്റെ കാര്യം നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലെ? ബാക്കി ഞാൻ കാണിക്കാം വീഡിയോ ക്ലിപ്പ്. അതിന് മുമ്പ് ഒരു ക്ലിപ്പും കൂടെ ഈ ദിലീപുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ അതിജീവിതയുടെ വക്കീല് ഒരൊറ്റ കാര്യം പറയുന്നുണ്ട്. അതുകൂടെ കേട്ടിട്ട് നമുക്ക് സുനിലോജിയുടെ വിഷയത്തിലേക്ക് പോവാം. ഇതൊന്ന് കേട്ടോ. യൂട്യൂബിലൊക്കെ പറയുന്നുണ്ടല്ലോ മഞ്ജു വാര്യരിനെ ഈ അഡ്വക്കേറ്റ് സാക്ഷിനെ പഠിപ്പിക്കണത് മഞ്ജു വാര്യർ കള്ളുടിച്ചു വരുമായിരുന്നു എന്നൊക്കെ. കറക്റ്റ്. പിന്നെ ഒരു സ്ത്രീ കള്ളു കുടിക്കാനുണ്ടായ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കണം നമ്മൾ. ഇത്രയും വലിയൊരു നടി, അവരെ ഒരു തരത്തിലും പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കാതെ ജയിലിലിടണ പോലെ ജയിലിലിട്ടത് ആര്? അത്ര വർഷം ആരാ ജയിലിലിട്ടത്? അത് ആ സ്ത്രീനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയല്ലേ? കള്ളു കുടിക്കാൻ സ്ത്രീക്ക് എന്ന പോലെ പുരുഷൻ എന്ന പോലെ സ്ത്രീക്ക് ഇവിടെ റൈറ്റ് ഉണ്ട്. ഈ അഡ്വക്കേറ്റുമാരൊക്കെ അത്യാവശ്യം വിവരമുള്ള ആൾക്കാരായിരിക്കത്തില്ലേ? പക്ഷെ ഇവരെന്ത് ഇങ്ങനെ പറയുന്നത്? കുറെ വർഷം ദിലീപ് വീട്ടിനകത്ത് അങ്ങ് ജയിൽ പോലെ അങ്ങ് പൂട്ടിയിട്ടു ആ നടിയെ, അതുകൊണ്ട് അവർ മദ്യപാനിയായി മാറിയോ? അല്ല, അങ്ങനെയാണെങ്കിൽ ജോലിക്കൊന്നും പോകാതെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി വീട്ടിലിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ.
അവരെല്ലാവരും അങ്ങ് മദ്യപാനികളായി മാറുകയാണോ? അല്ല, അറിയാൻ പാടില്ല പ്രിയപ്പെട്ട ബുദ്ധിമതിയായ അഡ്വക്കേറ്റ്. അങ്ങനെയാണോ? ഈ വീഡിയോ തന്നെ കാണുന്ന ഒരുപാട് ചേച്ചിമാർ കാണത്തില്ലേ? ചേച്ചിമാരെ നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്നവർ കാണത്തില്ലേ? വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കുടുംബത്തെ നോക്കി അങ്ങനെ പോകുന്ന ആൾക്കാർ കാണത്തില്ലേ? അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ ചൂസ് ചെയ്തതാണ്. പക്ഷേ അങ്ങനെ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ മദ്യപാനിയായി മാറുമോ? അല്ലെങ്കിൽ മദ്യപാനിയായി മാറിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ ദിലീപ് വീട്ടിൽ പൂട്ടിയിട്ടു എന്നൊക്കെ പറയുന്നതിനകത്ത് നമുക്കറിയത്തില്ല എന്താ അതിനകത്ത് സത്യം എന്നൊക്കെ. പിടികിട്ടിയോ? എനിക്കറിയത്തില്ല. അല്ല, അങ്ങനെ പൂട്ടിയിട്ട ഒരു വ്യക്തിയാണ് ദിലീപെങ്കിൽ നിങ്ങളത് ആലോചിച്ച് നോക്ക്. നേരത്തെ മഞ്ജു വാര്യർ അത്യാവശ്യം കാശുള്ള, നേരത്തെ തന്നെ അത്യാവശ്യം അഭിനയിച്ച് കാശുണ്ടാക്കിയ ഒരു വ്യക്തി അങ്ങനെ കിടക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് നേരത്തെ തന്നെ ഡിവോഴ്സ് മേടിച്ച് ഇറങ്ങി പോകാമായിരുന്നല്ലോ. ഇല്ലെങ്കിൽ അങ്ങനെ പറ്റത്തില്ല, എനിക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞ് ചാടായിരുന്നല്ലോ. എനിക്കറിയാൻ പാടില്ല, എൻ്റെ ഒരു സംശയമാണ്. ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നതായിരിക്കാം. പക്ഷെ പുള്ളി അവിടെ കെട്ടിയിട്ടിട്ടുണ്ടോ പൂട്ടിയിട്ടിട്ടുണ്ടോ നമുക്കറിയത്തില്ല. പക്ഷേ ഈ പറയുന്ന മഞ്ജു വാര്യർ ഒരു വീട്ടിൽ പൂട്ടിയിട്ടത് കൊണ്ടാണ്, അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതും കൂടെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. വക്കീൽ കുറച്ചും കൂടെ ഒന്നും അതൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് സംസാരിക്കും വക്കീലെ. എന്താണെങ്കിലും അതവിടെ തീരട്ടെ. ഞാൻ പെട്ടെന്ന് വിട്ടുപോയി ഇതൊന്നും കൂടെ കാണിക്കാനായിട്ട്. നേരത്തെ ഓർത്താ ഇതും കൂടെ ഒന്ന് കാണിക്കണം, അതുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളേ. ഇനി സുനിലോജി വിഷയം. ഇന്നലെ സുനിലോജി ഈ മീഡിയക്കാരെ വിളിച്ചിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, ഒരൊറ്റ കാര്യം. ഞാൻ കൂടുതൽ ഇവർ മറ്റേ പൈസ പറ്റിച്ചെന്നോ അവന്മാർ ഉടായിപ്പാണെന്നോ അവന്മാർക്ക് വെണ്ണുപിടി ഇല്ലെന്നോ വെണ്ണുപിടി ഉണ്ടെന്നോ ഇങ്ങനെ പിള്ളേരുടെ ജീവിതം നശിപ്പിക്കുന്നതോ ഇതൊന്നും ഞാൻ പറയുന്നില്ല, ഒന്നും ഞാൻ പറയുന്നില്ല, തെളിയട്ടെ. പക്ഷേ ഒരു കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുക. ഈ ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടോണേ. ഇയാൾ പറയുന്നത് ശ്രദ്ധിച്ചോണം, വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചു. എനിക്കറിയില്ല. അൻവിനെ പറ്റിയാണ് പറയുന്നത്. അൻവിൻ എവിടുത്തുകാരനാണെന്ന് പോലും അറിയില്ല. അവൻ ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല. ദാറ്റ്സ് ദ ബെസ്റ്റ് പാർട്ട്. എനിക്ക് അവൻ ആരാണെന്ന് പോലും അറിയത്തില്ല, എവിടുത്തുകാരനാണെന്ന് പോലും അറിയത്തില്ല എന്നാണ് അൻവിനെ പറ്റി അവിടെ ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ നമ്മുടെ സുനിലോജി, കോടീശ്വരനായ ഓജീസ് കാന്തരിയുടെയൊക്കെ ഓണർ പറയുന്നത് എനിക്ക് അറിയാൻ പാടില്ല. ഓജി സുനിലിൻ്റെയോ അല്ലെങ്കിൽ ഈ അൻവിൻ്റെയോ ഇൻസ്റ്റഗ്രാമിലൊന്ന് നോക്കിയാൽ മതി, മനസ്സിലാവും. തോളുമേ തോള് കൈയിട്ട ഫോട്ടോ, ഒന്നിച്ച് ഡാൻസ് കളിക്കുന്ന ഫോട്ടോ, ഇങ്ങനെ കുറേ ഉണ്ട്. അതിനകത്ത് 1-2 ഞാൻ കാണിച്ചു തരാമേ. പക്ഷെ അതൊന്നും അല്ല മാറ്ററിലേക്ക് ഞാൻ വരാം. ഇതൊന്ന് കണ്ടോ അതിന് മുമ്പ്, നിങ്ങളെ ജസ്റ്റ് ഒന്ന് കണ്ടോ. അങ്ങനെ എന്റെ ഹോസ്പിറ്റലിൽ അവസാന ദിവസങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഇനി സിനിമയൊക്കെ കണ്ട് ചില്ലടിച്ചിരിക്കാൻ പറ്റത്തില്ല. അവസാനത്തെ ബ്ലഡ് ടെസ്റ്റ് എടുത്തു, കയ്യുന്ന കൊണാപ്പൂരി. എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ മൊത്തം ജനങ്ങളും എത്തി. ജീവിതവും ഓരോ സാഹചര്യം പഠിപ്പിക്കാൻ ഞാൻ ഇങ്ങനെ ഒരു ടാറ്റു ചെയ്യും. ഹോസ്പിറ്റലിൽ ഇറങ്ങി ഫസ്റ്റ് ചെയ്ത് ഞാൻ ഷാനിക്കനെ വിളിച്ചു വരുത്തി ഒരു ടാറ്റു ചെയ്തു. ഇതിനങ്ങനെ വലിയ മീനിങ് കണ്ടെന്ന് വിചാരിക്കേണ്ട. ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ അധികം കുടുങ്ങിയിട്ടില്ലെന്നുള്ള മീനിങ്. ടാറ്റു അടിച്ച് കഴിഞ്ഞ് ഓജി എന്നെ വിളിച്ച് നേരെ ഓപ്പൺ എയറിന്റെ പാർട്ടിക്ക് പോയി. വയ്യത്തോളം ഡാൻസും ചെയ്യാൻ നിന്നില്ല, ഒരു തീപ്പന്തം പൊക്കി പിടിച്ചുകൊണ്ട് വന്നു. ഇറ്റ് വാസ് ആക്ച്വലി നൈസ്. പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു ലഞ്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗിനേക്കാൾ ഒരു ലഞ്ചായിരുന്നു പ്രധാനം. ഞാൻ ഇനി ഒരു 5 ദിവസം പുറകോട്ട് പോകണം. മതി. ഇത് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്ന ഒരു റീല്. പുള്ളി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി നേരെ ഓജിയെ വിളിക്കുന്നു, ഓജിയുടെ കൂടി പബ്ബിൽ പോകുന്നു, ഡാൻസ് കളിക്കുന്നു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഓജിയായിട്ട് പുട്ടടിക്കുന്നു. ഓജിക്ക് അറിയാൻ പാടില്ല അൻവിനെ, അയാൾ ആരാണെന്ന് പോലും അറിയാൻ പാടില്ല. ഓക്കെ, ഓജി അറിയണ്ട, ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചറുമായിട്ട് പബ്ബിൽ പോയി ഡാൻസ് കളിച്ചു, ഫുഡ് കഴിച്ചു ഉച്ചയ്ക്ക് എന്ന് പറയാം. അടുത്ത വീഡിയോ. Sometimes life is full of surprises. ആ ഊബർ ചേട്ടനെ പരിചയപ്പെട്ട പോലെ I am going to meet one of the most powerful man in India. കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഇറങ്ങി നേരെ മുംബൈ എയർപോർട്ട് കൊള്ളാം, ക്ലാസിക് ആൻഡ് എപ്പിക്. അധികം ടൈം കളയാനില്ല, മോൻ കഴിക്കുന്ന ഫ്രഷ് ആയി. ബിക്കോസ് ഐ ഗോട്ട് ടു ക്യാച്ച് നെക്സ്റ്റ് ഫ്ലൈറ്റ് ടു ഡെറാഡൂൺ. ഓക്കെ, അപ്പോൾ വെൽക്കം ടു ഡെറാഡൂൺ. എയർപോർട്ടിൽ ഇറങ്ങി പെട്ടിയെടുത്ത് നേരെ പുറത്തോട്ട്. ലുക്ക് ഹു കെയിം ടു പിക്ക് മീ അപ്പ്. അങ്ങനെ ഞാനും ഓജിയും കൂടെ സ്വാമി അവദേശാനന്ദനെ കാണാൻ പോവാ. ആശ്രമത്തിനുള്ളിൽ നിന്ന് 2 രുദ്രാശം വാങ്ങിച്ച് കഴുത്തിലിട്ടു. ഓജി ഉണ്ടാക്കിയ ചായയും കുടിച്ചിട്ട് വി വെന്റ് ടു സീ ദ സ്വാമിജി. അവിടെ മതി. ഓജി ഉണ്ടാക്കിയ ചായ അൻവിൻ കുടിച്ചോട്ടെ. അൻവിനുമായിട്ട് ഓജി ഏതോ ഒരു സ്വാമി എടുക്ക പോയി സെറ്റപ്പ് പരിപാടി പ്രാർത്ഥിക്കുന്നു. നല്ലത് മാത്രം വരണേ, ഉടായ്പകളൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരും ഒന്നിച്ച ഡെറാഡൂണിൽ വെയിറ്റ് ചെയ്യുക. അറിയാത്ത അവനെ എനിക്കറിയാൻ പാടത്തൊന്നുമില്ല. അവൻ ഏത് നാട്ടുകാരനാണെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഡെറാഡൂണിൽ വെയിറ്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഇവിടുന്ന് ഫ്ലൈറ്റും പിടിച്ച് അവിടെ ചെന്ന് പുള്ളിയായിട്ട് സ്വാമി എടുക്ക പോകുന്നു. ഓക്കെ, ആയിക്കോട്ടെ, അതിനകത്തും പ്രശ്നമില്ല. ആയിക്കോട്ടെ, ഏതോ ഒരു സ്ട്രേഞ്ചർക്ക് വേണ്ടി സുനിലോജി വെയിറ്റ് ചെയ്തു. അയാളെ സ്വാമി അടുക്ക കൊണ്ടുപോയി തൊഴിപ്പിച്ച് നന്മയെല്ലാം നേർന്ന് മേടിച്ചങ്ങോട്ട് കൊടുത്തു. അങ്ങനെ വിചാരിക്കാം. എന്നാൽ അടുത്ത വീഡിയോ ഇത് നിങ്ങളൊന്ന് കാണണേ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഇതിൽ പറയുന്ന കാര്യം വ്യക്തമായിട്ട് ശ്രദ്ധിച്ചോണം. എന്നത്തെ പോലെ ഇന്നും പ്രത്യേകിച്ച് പണിയൊന്നും. ഉച്ചയ്ക്ക് ചോറ് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ആ ചോദ്യം, ബീച്ചിൽ പോയാലോ. ഓജി ഡൽഹി പോയ ഗ്യാപ്പ് നോക്കി ഞാൻ ഡിഫൻഡർ അങ്ങ് അടിച്ചു മാറ്റി. വെള്ളത്തിന് ഓജി ബോംബെക്കെങ്ങാണ്ട് പോയ സമയം നോക്കി ഓജി സുനിലിൻ്റെ ഡിഫൻഡർ ഉണ്ട്, ആ ഡിഫൻഡർ ഞാൻ അങ്ങ് അടിച്ചു മാറ്റി എന്നാണ് അൻവിൻ പറയുന്നത്.
ഈ അടിച്ചു മാറ്റുന്നൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞതായിരിക്കും. OG സുനിൽ അറിയാതെ എന്തായാലും OG സുനിലിൻ്റെ കാറ് അൻവിൻ കൊണ്ടുപോകത്തില്ലല്ലോ. ഈ പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ എടുക്കാനും പരിപാടിയൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. അറിയാതെ എന്തായാലും കൊണ്ടുപോകത്തില്ല. ഈ ഡിഫൻഡർ എന്ന് പറയുന്ന കാറിന് എങ്ങനെ പോലും ഒരു 1 കോടിക്കൊക്കെ മേളി വരത്തില്ലേ? അല്ല, ഡിഫൻഡർ വണ്ടി ഏത് മറ്റേ ലിറ്ററാണെന്ന് അതൊന്നും എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും ഒരു 1 കോടിക്കൊക്കെ മേളി വരും. അത്രയും വിലയുള്ളൊരു കാറ് സുനിൽ OGക്ക് ഒരു പരിചയം ഇല്ലാത്ത, അല്ലെങ്കിൽ പരിചയമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അവൻ്റെ നാട് ഏതാണെന്ന് അറിയത്തില്ല. അവൻ്റെ പേഴ്സണൽ എനിക്ക് അവനെ പറ്റി വലിയ ജസ്റ്റ് ഒരു വന്ന് കാണുന്നു, പബ്ബിൽ കയറുന്നു, ഡാൻസ് കളിക്കുന്നു, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നു, അങ്ങനെയുള്ളൊരു ഫ്രണ്ട്. അല്ല, അങ്ങനെയുള്ളൊരു ഫ്രണ്ടിന്, ജസ്റ്റ് ഒരു ഫ്രണ്ടിന് ആരെങ്കിലും സ്വന്തം കാറ്, അതും ഡിഫൻഡർ പോലുള്ളൊരു കാറൊക്കെ നാട്ടിൽ ഇല്ലാത്ത സമയത്ത് അങ്ങ് കൊടുത്തു വിടുവോ എൻജോയ് ചെയ്യാനായിട്ട്? അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, അങ്ങനെയൊക്കെ ചെയ്യൂടെ? അല്ല, കാശ് ഒരുപാട് അങ്ങ് കുന്തളിപ്പ് കാശിൻ്റെ മേളിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിലും അങ്ങനെ നമ്മൾ കൊടുത്തു വിടുവോ? വലിയ പരിചയമൊന്നും ഇല്ലാത്തവരത്തിന് ഇത്രയും വിലയേറിയ ഒരു കാറൊക്കെ? അല്ല, സുനിൽ OG തന്നെ ഇതിനൊക്കെ മറുപടി പറയണേ. സാധാ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, വളരെ ലൈറ്റായിട്ട്. താങ്കളുടെ മറ്റേ ബിസിനസ് ഡീറ്റെയിൽസ് എടുത്ത് വലിച്ച് കീറി അങ്ങനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. താങ്കൾ ഇന്നലെ പറഞ്ഞൊരു കാര്യം, അതിന് മറുപടിയായിട്ട്, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന രീതിയിൽ താങ്കൾ പറഞ്ഞത് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് കുറച്ച് സാധനം തൻ്റെയും അച്ഛൻ്റെയും അൻവിൻ്റെയും ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അതെടുത്ത് വെച്ച് ഒരൊറ്റ ചോദ്യം നിങ്ങൾ പറഞ്ഞതിനകത്ത് അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ, കൂടുതലൊന്നും ചോദിക്കുന്നില്ല. അൻവിനാണെങ്കിൽ ഇതാ ഇപ്പം അൻവിൻ്റെ കുറേ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അൻവിൻ കുത്തിയിരുന്ന് മറ്റേ അപരാധം, അവൻ മറ്റേ ഐഫോൺ എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ ബാറ്ററി മറ്റേ എന്താണ് ഡ്യൂറബിലിറ്റി എന്തൊക്കെ കാണിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ഒരു ഇത് അതെടുത്ത് വെച്ചിട്ട് ഇതാ കാണൂ, നിങ്ങൾ കാണൂ, ഇതേ കണ്ടോ എനിക്ക് ഈ മാസം കിട്ടിയ കാശ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ വീഡിയോകളൊക്കെ വരുന്നുണ്ട്. എന്തോന്നാ കാണുന്നവരൊക്കെ മണ്ടന്മാരോ? ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അൻവിൻ്റെ കേസിലോട്ട് വരുന്നില്ല. പക്ഷെ സുനിൽ OGയോട് ഇത്രേ ചോദിക്കാനുള്ളൂ, നിങ്ങൾ പറഞ്ഞ കാര്യം നമ്പാൻ അങ്ങോട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും ആ പിള്ളേർ മക്കളെ അവസാനം വരെ നിൽക്കണം കേട്ടോ, കട്ടയ്ക്ക് 2 പേരും. എന്നിട്ട് പിടിച്ച് ഇയാൾ ഉടായിപ്പാണെങ്കിൽ പിടിച്ച് അകത്തിരിക്കണം. അതിനുള്ളൊരു തെളിവുകളൊക്കെ നിങ്ങളുടെ കാണുമല്ലോ. അങ്ങനെയാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ലാസ്റ്റ് ഊരി പോകരുത് കേട്ടാ, ഇയാളുടെ ഭീഷണിയോ ഇയാളുടെ കാശിൻ്റെ മറ്റേ ഇതൊക്കെ കണ്ടിട്ട് ഊരല്ലേ കേട്ടാ. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ പ്രബുദ്ധ കേരളം ഉച്ചയ്ക്ക് 1 മണിയാവുന്നു. ഇത്രയും നേരമായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ 2 വിഷയങ്ങളൊക്കെയാണ്. വേറെ പ്രധാനപ്പെട്ട വാർത്തകളൊന്നും കണ്ടില്ല. എന്തെങ്കിലുമൊക്കെ പുതിയ വാർത്തകൾ വരികയാണെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ടും ഒക്കെ അങ്ങോട്ട് സംസാരിക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ ശ്രമിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.